നീ കൊച്ചിനെ കൊണ്ട് എവിടെ വിട്ടെന്നാ പറഞ്ഞ? ഞാൻ പറഞ്ഞല്ലോ സാറേ, കൊച്ചിനെ വീട്ടിന്റെ മുന്നിലിറക്കി വിട്ടെന്ന്. എന്നിട്ട് കൊച്ചെന്തിയടാ? മാഞ്ഞോയോ? നീ കൊച്ചിനെന്ത് ചെയ്തടാ? സാറേ, ഈ സമയത്ത് ഒരു കാര്യം മറ്റേ പോലീസ് കളിക്കരുത്. ബാക്കിയുള്ളവരുടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. ഇല്ല സാറേ, ഞാനൊന്ന് വരട്ടിയെന്നേ ഉള്ളൂ. നമുക്ക് അന്വേഷിക്കാം. സമാധാനമായിട്ടിരിക്കും. സാറേ, എസ് എന്താ പറഞ്ഞ സാറേ? അയാള് വെറുതെ ഒരു കാര്യമില്ലാതെ നമ്മുടെ പിള്ളേരും കട്ടക്കുന്നുണ്ട് സാറേ. ഉണ്ട്. ഫോൺ എടുത്തറ. മാക്സ് മെഷ് കയറി. സൈമ, നീ വിഷമിക്കാതെ. സിഐ വിളിച്ചിരുന്നു, അവര് കാര്യമായിട്ട് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ, ഗണേശനോട് ഒറ്റയ്ക്കല്ലേ, നീ അങ്ങോട്ട് ചെല്ലേ. ആ ഹലോ ഹലോ എടാ, എന്തായടാ? നീ പേടിക്കലടാ, നമ്മുടെ പിള്ളേരും പോലീസും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. എടാ, അവിടെ അറിഞ്ഞിട്ടില്ല ഒന്നും. എടാ, എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഞാൻ അങ്ങോട്ട് വരാടാ. ആ ശരിയടാ. ഈ കുഞ്ഞിനെ എവിടുന്ന കിട്ടിയേ? ഈ കുഞ്ഞിനെ എവിടുന്ന കിട്ടിയെന്ന് தெரியாது, எனக்கு தெரியாது. அந்த முருகண்ணன். ആ കൊച്ചിനെ എവിടുന്ന് കിട്ടിയടാ? சீக்கிரம் வாங்கடா, முருகன்டா இங்க பிரச்சனை நடக்குது. சீக்கிரம் வாங்கடா.
ഹലോ ഹലോ സാറേ. ആ സാറേ ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇല്ല ഞാനെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പോലീസുകാർ അങ്ങനെ തപ്പുന്നുണ്ട് ടൗൺ മൊത്തം കേട്ടോ. അപ്പോൾ സൈമനില്ലേ അവിടെ? സൈമൻ ഉണ്ട് ഉണ്ട്. കൊടുക്കോ? ഇപ്പോൾ കൊടുക്കാം. സൈമൻ സി എ സാറാ. ഹലോ. സൈമനില്ല, ഞാൻ വേണ്ട വിധത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നീ പേടിക്കേണ്ട ടെൻഷൻ ഒന്നും വേണ്ട. ഗണേശില്ലേ അവിടെ? അവൻ വീട്ടിലുണ്ട്. ആ നീ ടെൻഷൻ വേണ്ട. ഞാനൊരു 4 മണിക്കൂറിൽ അങ്ങോട്ട് എത്താം കേട്ടോ. ശരി സാർ. എന്താ പറഞ്ഞേ? സാറ് ഇങ്ങോട്ട് വരാമെന്ന്. ഈ പിള്ളേരെ മിസ്സാകുന്നത് ഒരു സാധാരണ സംഭവമാണ്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ നിന്ന് മാത്രം 6000 പിള്ളേരാണ് മിസ്സായത്. തിരുവനന്തപുരത്തുനിന്ന് മാത്രം 1500. ചില കേസുകൾ ഈ നാടോടികളുടെ ഇടയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ബാക്കിയൊന്നിനും തെളിവില്ല. ചാനലുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദിവസത്തെ വാർത്ത, പിറ്റേ ദിവസം മറന്നു. നമ്മുടെ കുഞ്ഞിന് ഈശ്വര അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. നീയൊക്കെ ആരാ എന്താ എന്നൊന്നും എനിക്കറിയില്ല. കണ്ടല്ലോ, നിന്റെ വിരല് മുറിക്കാൻ ഇത് മതി. അതുകൊണ്ട് ചോദിക്കുന്നതിനുള്ള മറുപടി വേഗം പറ. ഞങ്ങളുടെ കുഞ്ഞെവിടെയുണ്ട്? ആരാ ഇതിന്റെയൊക്കെ പിന്നിൽ? മുതലാളി